തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ മൺചട്ടിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ റവൻ്റെ ഉപ്പുമാവ് ആയതുകൊണ്ട് തന്നെ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൺചട്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ചട്ടിയാണ്. നമ്മൾ ഇറച്ചിയും ബീഫും അതേപോലെ ചിക്കനും ഒക്കെ വരട്ടാനും കറി വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ചട്ടിയാണ് കേട്ടോ. പുതിയ ചട്ടിയാണ്. നമ്മൾ ഒരു 3-4 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇന്ന് ഞാനിതിൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു തവിട് എന്താ പറയുക, ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കണം. കാരണം നന്നായിട്ട് ഉപ്പുമാവ് നമുക്ക് എന്താ പറയുക, കുഴഞ്ഞ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റവയ്ക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചട്ടിയൊക്കെ നന്നായിട്ട് ഒന്ന് തുടച്ച് കഴുകി നമ്മൾ പിന്നെയും അടുപ്പിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇഞ്ചി, പച്ചമുളക്, അതേപോലെ കരിവേപ്പില, വലിയ ഉള്ളി, ചെറിയ ഉള്ളി ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു മീഡിയം വലിപ്പം ഒരു വലിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി നമ്മൾ തക്കാളി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചി നമ്മൾ ചതച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുറിച്ചത് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ക്വയർ രൂപത്തിൽ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ആ ഒരു വെള്ള കളർ മാറിയിട്ട് ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തക്കാളിയും ഒക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തീയൊക്കെ ഒന്ന് കത്തി വരട്ടെ. എന്നിട്ട് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയോ അങ്ങനത്തെ തന്നെ ഒരു പൊടികളോ നമ്മൾ ചേർക്കുന്നില്ല. പൊടിയുപ്പും മഞ്ഞളും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉപ്പുമാവ് വെക്കുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ഉപ്പുമാവ് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് അറിയാത്തവരുണ്ടാവില്ല. എങ്ങനെ വെക്കണം പായസമായി പോവും, അല്ലെങ്കിൽ വെള്ളം തികയാതെ വരും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മസാലകളൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ മസാലയും ഈ ഒരു റവയും കൂടി ഒന്നിച്ച് ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ് ഒന്ന് നോക്കണം. എന്നിട്ട് ജസ്റ്റ് ഇത്തിരി കൂടി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഇത്തിരി ഉപ്പ് ഇട്ടിരുന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. എന്നിട്ട് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുതിർന്ന് പോകരുത് നമ്മുടെ റവ കേട്ടോ, വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ തിളച്ച വെള്ളമാകുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഉപ്പുമാവ് റെഡിയായി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനത് തിളപ്പിച്ച് വെള്ളം വെച്ചിരുന്നു. അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകം അറിയാമല്ലോ. റവ ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മുകളിൽ നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിന് പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ആ റവ ആ വെള്ളമൊക്കെ കുടിച്ച് നല്ല പാകത്തിനായി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം തീയിൽ വെച്ചാൽ മതി. അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് അടുപ്പത്താണെങ്കിലും ഗ്യാസിലാണെങ്കിലും പെട്ടെന്ന് അടി പിടിക്കാനും കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം റവയല്ലേ, നമ്മൾ വെള്ളം കുറുക്കിയെടുക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ അടി പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മളത് 2 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ബാക്കി നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ആവി വറക്കുന്ന നല്ല ഉപ്പുമാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ.